അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനകീയമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാഹിത്യകാരന്മാരും അക്ഷരപ്രേമികളും പ്രസാധകരും ഒഴുകിയെത്തുകയാണ് ഇവിടെ. കാണാം അറിവിന്റെ ലോകത്തെ വിശേഷങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷത്തെയും നിയമസഭാ പുസ്തകോത്സവം വളരെ കാര്യക്ഷമതയോടുകൂടി മനോഹരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളി എന്ന നിലയ്ക്ക് ഏറ്റവും അഭിമാനം തോന്നേണ്ട ഒരു മുഹൂർത്തമാണ്. ഇന്ത്യ രാജ്യത്ത് മറ്റൊരു നിയമസഭയും ഇങ്ങനൊരു പുസ്തകോത്സവവും സാഹിത്യ സമ്മേളനവും നടത്തുന്നില്ല. കേരളത്തിൻ്റെ സാഹിത്യപ്രധാനമായ സംസ്കാരത്തിൻ്റെ ഊർജം പാരമ്പര്യം മുഴുവൻ ഏറ്റെടുത്തിട്ടാണ് കേരള സർക്കാർ നിയമസഭാ പുസ്തകോത്സവം നടത്തുന്നത്. അകമ്പാതി പുറംപാതി എന്നുള്ള എൻ്റെ രണ്ടാമത്തെ കഥാസമാഹാരം ഇന്ന് നിയമസഭയിൽ വെച്ച് ബഹുമാനപ്പെട്ട ജെ ചിഞ്ചിറാണി മന്ത്രി പ്രകാശനം ചെയ്തു. GR ഇന്ദുഗോപൻ സാറാണ് സ്വീകരിച്ചത്. നിങ്ങൾ തന്ന ഈ പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദി. എൻ്റെ ആദ്യത്തെ പുസ്തകമായ പോത്താനിക്കാടിലെ പെണ്ണുങ്ങൾക്ക് ശേഷം 2 വർഷത്തിന് മുമ്പായിരുന്നു ആ പുസ്തകത്തിന് പ്രകാശനം. ഇവിടെ ഇന്ന് വരാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇന്ത്യയിൽ തന്നെ എനിക്കറിയില്ല മറ്റ് ഏതെങ്കിലും നിയമസഭകളിൽ ഇങ്ങനെയൊരു ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടോ എന്ന്. ഇവിടെ ഇങ്ങനെയൊരു പുസ്തക പ്രദർശനം നടത്തുമ്പോൾ എല്ലാ വായനക്കാർക്കും മാത്രമല്ല, എല്ലാ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വന്ന് ചേരാനുള്ള ഒരു ഭാഗ്യമാണ് നമ്മുടെ നിയമസഭ അവസരം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വെച്ചൊരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയും അക്ഷരപ്രേമികളുടെ ഇടയിൽ കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് എനിക്ക്. അതിന് സാധിച്ചതിൽ ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും നന്ദി പറയുന്നു. വായനക്കാർക്ക് അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച്, അവരുടെ ഭാവന കൂടി ചേർത്ത് വെച്ച് കഥകൾ വായിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതാണ് കഥകളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുക. നിയമസഭാ പുസ്തകോത്സവം വളരെ ജനകീയമായിട്ടുള്ള ഒരു പുസ്തകോത്സവമാണ്. കാരണം 4ാമത് എഡിഷനാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഈ 4 എഡിഷനിലും എത്ര തിരക്കിലാണെങ്കിലും ഞാനിവിടെ വരാറുണ്ട്. ഒരു ദിവസം ഇവിടെ വരിക. കാരണം ഇത് വേറൊരു പുസ്തകോത്സവത്തിനും ഇല്ലാതെ മറ്റെല്ലാം നമ്മളൊരു ഓരോ പ്രസാധകർ നടത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ലിമിറ്റേഷൻസ്. പക്ഷേ ഇതെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ, കാരണം കേരള ഗവൺമെൻറ് വളരെ സന്നദ്ധമായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു പുസ്തകോത്സവമാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പുസ്തകങ്ങളുടെ ഒരു വായന, നമ്മളെപ്പോഴും പറയും പുസ്തകം മരിക്കുന്നു അല്ലെങ്കിൽ വായന മരിക്കുന്നു. വായനയ്ക്ക് മരണമില്ല എന്നുള്ളത്. ഞാനൊരു ഫിലിം മേക്കറാണ്. ഞാനൊരു സിനിമ കാണുന്നത് ആ ഫിലിം മേക്കറുടെ ഒരു ആംഗിളിലായിരിക്കാം. പക്ഷെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് വിഷ്വൽസ് ആണ് കടന്നു വരുന്നത്. പുതിയ തരത്തിലുള്ള ചിന്തകൾ ഓരോ വായനക്കാരനും അവന്റെ രീതിയിലുള്ള ഒരു വിഷ്വലൈസിങ് ചെയ്യാൻ വായനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് വായനയുടെ കരുത്ത് എന്ന് പറയുന്നത്. ഇന്നത്തെ യുവ എഴുത്തുകാർക്ക് പുതിയ എഴുത്തുകളുമായിട്ട് തുടർന്ന് കൊണ്ടുപോകുവാൻ നമുക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോം ലോകത്തിന് തന്നെ മാതൃകയാക്കി കൊടുക്കുകയാണ് കേരള നിയമസഭ. ഇതൊരു വലിയൊരു വിജയമാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ വിജയമാണ്. നമ്മുടെ ഗവൺമെന്റ് നമ്മൾക്ക് അനുവദിച്ചു തരുന്ന, എഴുത്തുകാർക്ക് അനുവദിച്ചു തരുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണിത്. എഴുത്തിലെ സ്ത്രീ, ദേശം, കാലം, അതിരുകൾ എന്നുള്ള ഒരു സെഷൻ രാവിലെ 10:30 കഴിഞ്ഞു. ഇവിടെ പല സെഷനുകളിലായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു, ഒരുപാട് എഴുത്തുകാർ സംവദിക്കുന്നു. ഇന്നത്തെ സ്ത്രീയുടെ ലോകത്തിൽ വന്ന ചേഞ്ച്, മാറ്റം, ഒരുപാട് എന്താ പറയുക, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയവർ, പിന്നെ അതും കഴിഞ്ഞിട്ട് രാജ്യങ്ങൾ കടന്നു പോകുന്നു. സ്ത്രീയുടെ അനുഭവ പരിസരം ഒരുപാട് വിശാലമാകുന്നു. അതുകൊണ്ട് നമ്മൾ എഴുത്തിൽ നമ്മൾ എടുക്കുന്ന വിഷയങ്ങൾ വളരെ പുതിയ വിഷയങ്ങളിലേക്ക് വരുന്നു. യുദ്ധം, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നം, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പെൺമയുടെ ആഘോഷം എന്നതിനപ്പുറം എഴുത്തുകൾ ദേശങ്ങളും അതിരുകളും ലംഘിച്ച് പെണ്ണിൻ്റെ എഴുത്തുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ പുസ്തകോത്സവത്തിൽ 4ാമത്തെ വർഷമാണ് മാക്ബത്ത് പബ്ലിക്കേഷൻസ് പങ്കെടുക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദി നിയമസഭാ പുസ്തകോത്സവത്തിൽ ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു കേരളത്തിൽ ഒരു പുസ്തകോത്സവം ഉണ്ടെങ്കിൽ അത് നിയമസഭാ പുസ്തകോത്സവം തന്നെയാണ്. നിരവധി ചർച്ചകളും ഒരുപാട് എഴുത്തുകാർക്ക് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള അവസരങ്ങളുമൊക്കെ ഈ നിയമസഭയ്ക്കകത്ത് സാധിക്കുന്നു എന്ന ചരിത്രപരമായ ഒരു തുടക്കത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ച ചെറിയ പ്രസാധകരിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാനെന്ന മാക്ബത്ത് പബ്ലിക്കേഷൻസ്.
നിയമസഭ എന്ന് പറയുമ്പോൾ നിയമസഭയുടെ ഈ കവാടം സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് പോലും ഇതാദ്യമായി പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 4 വർഷവും വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തം ഈ പുസ്തകോത്സവത്തിനുണ്ടായിരുന്നു എന്നത് വായനയെയും സാധാരണക്കാരായ ജനങ്ങളെയും ഒക്കെ കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവത്തില് നിങ്ങളുടെ എഴുത്തുകാർക്ക്, പുതിയ എഴുത്തുകാർക്ക് ഒരു വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് വായനക്കാർ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി പിള്ളേരാണ്. പിള്ളേർ വളരെ സെലക്റ്റീവായിട്ട് ഓരോ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർ യാത്രാവിവരണങ്ങളാണെങ്കിലും നോവലുകളാണെങ്കിലും അവരുടെ ആ ഒരു വായനയുടെ പിള്ളേർ വരുന്നത് നമുക്ക് വളരെ ആശാസ്യമാണ്. കാരണം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മുങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വായനയിൽ നമ്മൾ പുതിയ തലമുറ ഉറ്റുനോക്കുന്നത് വളരെ സന്തോഷമാണ്.